നമ്മുടെ പ്രിയപ്പെട്ട ദീപ്തിയുടെ ഫാമിലി ഇവിടെ വന്നു. ഓ വെരി ഗുഡ്. പരിചയപ്പെടണ്ടേ? പിന്നെ വേണം. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ദീപ്തി ചേച്ചിയുടെ ഫാമിലി എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നാട്ടെ. ഇതാണ് എന്റെ കൊച്ചു ഫാമിലി. ഓ നമസ്കാരം നമസ്കാരം നമസ്കാരം. ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ട്, അറിയാം. മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ആദിത്യലക്ഷ്മി. ആദിത്യലക്ഷ്മി. ഏത് ക്ലാസ്സിലെ മോള് പഠിക്കുന്നേ? തേർഡ് ക്ലാസ്സിലെ. മോനോ? അർജുൻ കൃഷ്ണ. അർജുൻ കൃഷ്ണ. അർജുൻ കൃഷ്ണ. ഏത് ക്ലാസ്സിലെ മോനെ? ഇപ്പൊ 10th എക്സാം കഴിഞ്ഞിട്ട് 10th എക്സാം കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? അടിപൊളിയായിരുന്നോ? നല്ല എക്സാം. കലക്കും. എല്ലാ പരീക്ഷ കഴിയുമ്പോഴും ഞാൻ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. ദൈവത്തിന് അറിയാം. ഓക്കെ ഓക്കെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എൻ്റെ പേര് പ്രതീഷ്. പ്രതീഷ് ഡാൻസർ അല്ലായിരുന്നു? ഡാൻസ് മാസ്റ്ററാണ്. ഡാൻസ് മാസ്റ്ററാണ്. ഡാൻസ് പഠിക്കാൻ പോയതാട്ടാ ഞാൻ. അതങ്ങനെ വരൂ. എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനാ പുറകെ കിടന്നുവെച്ച്. നമ്മളാണ് ഓവർടേക്ക് ചെയ്തല്ലേ? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടന് വേറെ ഒരു വഴിയില്ലായിരുന്നു, ലോക്കായി പോയി. എങ്ങനെയായിരുന്നു ചേട്ടനോടാണ് വന്ന് പറഞ്ഞേ? എൻ്റെ കൂടെ പ്രോഗ്രാം വരുമായിരുന്നു. ഞാനിങ്ങനെ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ പുള്ളിക്കാരി എപ്പോഴും പറയുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പറ്റില്ല എന്നൊക്കെ പറയും. പിന്നെ ഞാൻ 2 കൊല്ലം പുറകെ കിടന്നു ചേട്ടാ. ഓ ശരി. 2 കൊല്ലം വരെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ എന്ത് ചെയ്യുന്നു? അന്നേരം ക്ലാസ് ഉണ്ടോ? എനിക്ക് ക്ലാസ് ഉണ്ട്. ഇപ്പൊ 1ാം തീയതി തൊട്ട് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഞാൻ വേറൊരു ജോലിക്കും കൂടി പോകുന്നുണ്ട്. ഈ ദീപ്തി ചെയ്യുന്ന ഷോകളൊക്കെ കാണാറുണ്ടോ? ഞാൻ കൂടുതലും മൊബൈലിലാണ് കാണാറ്. കാരണം എൻ്റെ ഡ്യൂട്ടി ടൈമും ക്ലാസ്സിന്റെ ടൈമിൽ TV കാണാൻ പറ്റില്ല. ഫസ്റ്റ് ഡാൻസ് അല്ലായിരുന്നു, അവിടെ നിന്നല്ല പിന്നെ സ്കിറ്റിലോട്ട് വന്നു അല്ലേ? അതെ. മക്കള് ഡാൻസ് കളിക്കോ, മിമിക്രി പറയോ, അല്ലെങ്കിൽ പാട്ട് പാടോ? രണ്ടുപേരും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി. ഇപ്പൊ ഒരു മണിച്ചേട്ടന്റെ ഒരു പാട്ട് കളിക്കാൻ വേണ്ടി ആണോ വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ ഒന്ന് കാണണ്ട, നമുക്ക് കാണാം. റെഡി അല്ലേ രണ്ടുപേരും? അടിപൊളി അടിപൊളി. ഭയങ്കര ചമ്മലായിരുന്നു ഇങ്ങോട്ട് വരാൻ. എനിക്ക് 2 പല്ലും കൂടി വരാനുണ്ട് മമ്മ, അത് വന്നിട്ട് ഞാൻ വരുള്ളൂ. അപ്പൊ ആ 2 പല്ല് വന്നു കഴിയുമ്പോ ഒന്നുകൂടെ വന്നു. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഡാൻസ് കളിക്കാം. ഡാൻസ് കാണാം. അടിപൊളി അടിപൊളി. തകർത്തു. ഒരു നല്ല കഴിവ്. ചെറുതുകളുടെ ഡാൻസ് കണ്ട സ്ഥിതിക്ക് ഒരു കപ്പിൾ ഡാൻസ് ആയാലോ? തീർച്ചയായിട്ടും വേണം. അതില്ല നമുക്ക് പൂർണ്ണമാവില്ല അല്ലേ? നമ്മളൊരു സ്പോട്ടിലൊരു പാട്ടിട്ടെന്നാ ഡാൻസ് ചെയ്യാവോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഇത് പഠിച്ചു വെച്ച് ഒരുമിച്ച് കളിച്ചിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ വേദിയിൽ ഫസ്റ്റ് ടൈം ആണ് ദീപ്തിയും ഹസ്ബൻഡും കൂടെ ഒരുമിച്ച് ഒരു ഡാൻസ് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് ആണ് ഇതും. അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല. അവര് ഇവിടെ വെച്ച് കൊറിയോഗ്രാഫ് ചെയ്ത കാര്യം, ഗംഭീര കൊറിയോഗ്രാഫറാണ്, മാസ്റ്ററാണ്. അപ്പൊ അത് കൊറിയോഗ്രാഫ് ചെയ്യുന്നു, ഇവിടെ ഡാൻസ് കളിക്കുന്നു. ഓക്കെ, ഒരു കയ്യടി വരട്ടെ. ലൈവ് കൊറിയോഗ്രാഫി. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. 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 കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. കൈഡ് വരട്ടെ കൈഡ് വരട്ടെ. ഉഷാറായിരുന്നു, കലക്കി. നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം.